എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന ഒരു മാഡ്രിഡ് ഡെർബിനെ കുറിച്ചിട്ടാണ്. അതായത് രണ്ട് പാദങ്ങളിലായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന UCL റൗണ്ട് ഓഫ് 16 കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു മത്സരം കഴിഞ്ഞപ്പോൾ റയൽ മാഡ്രിഡ് ആണ് ജേതാക്കളായിട്ടുള്ളത്. അങ്ങനെ റയലാണ് ഇപ്രാവശ്യം ആ ഒരു ക്വാർട്ടർ ഫൈനലിൽ എൻട്രി ചെയ്തിട്ടുള്ളത്. അപ്പോൾ റയലിനെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ ഭാഗത്തിൽ സാന്റിയാഗോ ബെർണാബിയിൽ വെച്ച് കണ്ട് 2-1 സ്കോറിനായിരുന്നു റയൽ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു മെട്രോപൊളിറ്റാനോയ്ക്ക്. പക്ഷേ ആ ഒരു മെട്രോപൊളിറ്റാനിൽ എത്തിയപ്പോൾ ആദ്യ 30 സെക്കൻഡിനുള്ളിൽ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് നല്ലൊരു പെർഫോമൻസ് നടത്താനുള്ള ചാൻസ് കൊടുക്കാതെ തന്നെ ആ ഒരു ഗോള് തിരിച്ചടിക്കുകയാണ്. ആ ഒരു 1 അഡ്വാൻറ്റേജ് അവിടെ അത്ലറ്റിക്കോ മാഡ്രിഡ് റയൽ മാഡ്രിഡിൻ്റെ അടുത്ത് നിന്ന് എടുത്തു വാങ്ങുകയാണ്. 2-2 എന്നുള്ള സ്കോറിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. അതിനുശേഷം ആ ഒരു മത്സരത്തിൽ ഒരു ഗോള് പറഞ്ഞിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതിനുശേഷം അത്ലറ്റിക്കോ മാഡ്രിഡിന് ആ മത്സരത്തിൽ വലിയൊരു ത്രെഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അങ്ങനെ തന്നെയാണ് സംഭവം. പിന്നെ സെക്കൻഡ് ഹാഫിൽ വന്നൊരു വേറൊരു ഇൻസിഡന്റ് ആണ് ആ ഒരു പെനാൾട്ടി. ആ ഒരു പെനാൾട്ടി ആണെന്നുണ്ടെങ്കിൽ വിനീഷ്യസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വിനീഷ്യസിന് അത് കൺവേർട്ട് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഈ ഒരു മത്സരത്തിന്റെ ഗതികൾ പോകുന്നത് പറഞ്ഞാൽ. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു കോൺട്രവേഴ്ഷ്യൽ ഇതാണ് ഈ ഒരു അൽവാരസിന്റെ പെനാൾട്ടി എന്ന് പറയുന്നത്. ഈ ഒരു റൂൾ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഡിസിഷൻ, ആ റഫറിന്റെ ഡിസിഷൻ എന്ന് പറയുന്നത് നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. കാരണം എന്താണ്, ഒരു പെനാൾട്ടി അടിക്കുമ്പോൾ ഒരു പ്ലെയർ ഒരു ടച്ചിൽ കൂടുതൽ എടുത്താൽ ആ ഒരു പെനാൾട്ടി ഫൗൾ ആവും. ഇത് സാധാരണ നോർമൽ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെനാൾട്ടി ഫോൾ വിധിച്ചുകൊണ്ട് ഓപ്പോസിറ്റിന് ഫ്രീ കിക്ക് നൽകുകയും ചെയ്യുക. പക്ഷെ ഇതിപ്പോ ലാസ്റ്റ് ടൈമിൽ 5 പെനാൾട്ടി ആയതുകൊണ്ട് ആ ഒരു സമയത്ത് ആ ഒരു പെനാൾട്ടി റദ്ദ് ചെയ്യാണ് ചെയ്തത്. ആ ഒരു പെനാൾട്ടി സ്വീകരിക്കില്ല. അതൊരു ഫോൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു പെനാൾട്ടി വാർ ഡിസലോ ചെയ്തു. അതിനെതിരെ കുറെ ആൾക്കാർ പല ഒപ്പീനിയൻസ് പറയുന്നുണ്ട്. അതൊരു ഡബിൾ ടച്ച് ഒന്നും ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് എന്ന് പറയുന്ന കാലഘട്ടം 2025 2014 നമ്മൾ ഹ്യൂമൻസ് നേരിട്ട് കണ്ടുങ്ങാണ്ട് ബോധിച്ചുങ്ങാണ്ട് എന്താ പെനാൾട്ടി റദ്ദ് ചെയ്തൊക്കെയല്ല. ഇതിവിടെ കുറെ ആ ഒരു ബോളിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പല രീതിയിലുള്ള ക്യാമറ ആംഗിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ഡിസിഷൻ അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് നല്ല രീതിയിൽ ഒന്ന് വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവുക ഒരു ഡബിൾ ടച്ച് ഉണ്ടോ എന്നുള്ളത്. അതായത് അൽവാരസ് പെനാൾട്ടി എടുത്ത സമയത്ത് ആ ഒരു 2 കാലിന്റെ ഇടയിൽ ആ ഒരു ബോൾ വന്ന് ആ രണ്ട് ടച്ച് ചെയ്തതിനു ശേഷമാണ് അത് മൂപ്പരെ കാലിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. അതാണ് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്ന വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 2022 മെസ്സിന്റെ അതൊരു പെനാൾട്ടിയാണ്, വേൾഡ് കപ്പത്തെ. ആ ഒരു പെനാൾട്ടി എന്ന് പറയുന്നത് അത് അന്നും വിവാദമായിട്ടുള്ളൊരു സംഭവമാണ്, ഡബിൾ ടച്ച് ആണെന്നുള്ളത്. പക്ഷെ അന്നത്തെ ആ ഒരു കളിയിൽ അങ്ങനെ ഡിസിഷൻ വന്നിട്ടുള്ളത് അതിന് എന്താന്നുള്ളത് അറിയില്ല. പക്ഷെ ഇതിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ കണ്ടതെന്ന് പറയുന്നത് പ്രീമിയർ ലീഗ് ഇതിന് ശേഷം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ ഒരു ഇതാണ്. അതായത് ലെസ്റ്റർ സിറ്റിന്റെ ഒരു പെനാൾട്ടിയാണ്. അവര് ആ ഒരു പ്രീമിയർ ലീഗ് ജേതാക്കളായ ടൈമിൽ മാൻ സിറ്റിക്കെതിരെ മെഹ്റസ് അടിച്ചൊരു പെനാൾട്ടി. ആ ഒരു പെനാൾട്ടി ഇതേമാതിരി തന്നെ ഡബിൾ ടച്ച് ചെയ്തതിനു ശേഷം അവിടെ ആ ഒരു ഓപ്പോസിറ്റ് ടീമിന് അല്ലാന്നുണ്ടെങ്കിൽ സിറ്റിക്ക് അവിടെ ഒരു ഫൗള് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പെനാൾട്ടി റദ്ദ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് സത്യത്തിൽ ഇതിലുള്ള റൂൾ എന്ന് പറയുന്നത്. അത് എത്ര ചെറിയ ഒരു ടച്ച് ആണെന്നുണ്ടെങ്കിലും അത് കൺസിഡർ ചെയ്യുന്നുള്ളതാണ്. ഈ ഒരു ഓഫ് സൈഡ് ഒക്കെ കണ്ടിട്ടില്ലേ, ഈ ഒരു തുമ്പ് പോയിങ്ങാണ്ട് ഇതാക്കിങ്ങാണ്ട് അങ്ങനെ ഓഫ് സൈഡ് പോകുന്ന ആ ഒരു സംഭവം തന്നെ അതിൽ എത്ര ചെറിയ ടച്ച് ആണെന്നുള്ളതല്ല, ആ ഒരു ടച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ റൂൾ അവിടെ ആക്റ്റീവ് ആവുന്നതാണ്. ആ ഒരു റൂള് അവിടെ പാലിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ ഒരു വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് ആ ഒരു കളിനെ കുറിച്ചുള്ള ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റയൽ മാഡ്രിഡ് സാന്റിയാഗോ ബെർണാബിയിൽ വെച്ച് കണ്ട് 2 ഗോളിന്റെ ലീഡും കൊണ്ടുങ്ങാണ്ട് മെട്രോപൊളിറ്റാനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇതുമില്ലാതെ 90 മിനിറ്റ്സിൽ തന്നെ നമുക്ക് ജയിച്ചു പോരാന്നുള്ളത്. പക്ഷെ ഇവിടെ 1 ഗോളിന്റെ ലീഡ് ചെയ്യാണ്ടാണ് മെട്രോപൊളിറ്റാനിലേക്ക് റയൽ മാഡ്രിഡ് പോയത്. ആ ഒരു ഗോളിന്റെ ലീഡ് അവിടെ നിലനിന്നത് വെറും 30 സെക്കൻഡിന്റെ ഉള്ളിലാണ്. അപ്പോൾ അതിനുശേഷം റയൽ മാഡ്രിഡിന് സ്കോർ ചെയ്യാനുള്ള ചാൻസ് കിട്ടി. നമ്മൾ പറഞ്ഞ പെനാൾട്ടി കിട്ടി. പക്ഷെ അവിടെ ഒന്നും റയൽ മാഡ്രിഡിന് സ്കോർ ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ നല്ല രീതിയിലൊരു ഈ ഒരു മെട്രോപൊളിറ്റാനിൽ പോയി കാണാൻ നല്ലൊരു രീതിയിലൊരു ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കണമെന്ന് വെച്ചാൽ ഇല്ലാതെ പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഇതാണ്. പക്ഷെ കളിന്റെ ഭൂരിഭാഗം ഇതിലും റയലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ ആ ഒരു ഹോസ്റ്റ് ചെയ്യാൻ റയൽ മാഡ്രിഡിന് സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കിട്ടുന്ന കൗണ്ടറൊക്കെ മാക്സിമം മുതലെടുക്കാൻ അവർ ശ്രമിച്ചു. അത് നല്ലൊരു ഇതായിരുന്നു, ടാക്ടിക്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കമവിംഗ വന്നതിന് ശേഷമാണ് റയൽ മാഡ്രിഡിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നല്ലൊരു അറ്റാക്കിങ് കണ്ടെന്ന് വേണമെങ്കിൽ പറയാം.
ആ ഒരു കമോയിങ്കോ വന്നതിന് ശേഷമാണ് ആ ഒരു പെനാൾട്ടി കിട്ടാനുള്ള ആ ഒരു എംബാപ്പന്റെ ആ ഒരു ബോക്സത്തെ ഇൻസിഡന്റ് ഉണ്ടാകുന്നത്. ആ ഒരു ഇതിന് പ്രധാന പങ്ക് വഹിച്ചത് കമോയിങ്കയാണ്. കമോയിങ്കന്റെ ആ ഒരു പാസ്സാണ് അവിടെ വന്നത്. അതിനുശേഷം പെനാൾട്ടി എടുത്ത് വിനീഷ്യസ് ജൂനിയറെ കൺവേർട്ട് ചെയ്യാതെ നിൽക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ അതിനുശേഷം നല്ല രീതിയിലുള്ള ഒരു പ്രകടനം റയൽ മാഡ്രിഡ് കാഴ്ചവെച്ചു എന്ന് തോന്നുന്നു. ആ ഒരു 64 മിനിറ്റിന് ശേഷം നല്ലൊരു പ്രകടനം റയലിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. പക്ഷെ ഒന്നുപോലും കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കുറെ ചാൻസസ് ഉണ്ടെന്ന് പറയാനും പറ്റൂല. ആകെ 2-3 ചാൻസ് ആണ് നമുക്ക് നല്ല രീതിയിൽ കിട്ടിയത്. പക്ഷെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഹൂലിയൻ ആൽവാരസ് നല്ല രീതിയിലാണ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ കോർട്ടോയ്സ് മതില് പോലെ നിന്നുകൊണ്ട് അതിന് വലിയ ഇത് ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഇപ്പോൾ ആൽവാരസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡന്റിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസിഡന്റും ഈ ഒരു ടോട്ടൽ മാച്ച് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽവാരസിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ചർച്ചിട്ടുണ്ടാവും. കാരണം നല്ല രീതിയിലൊരു പെർഫോമൻസ് ആണ് കളിയിൽ ഉടനീളം ഈ ഒരു അൽവാരസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ലാസ്റ്റ് ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ആ ഒരു ഇതിൽ പതനത്തിലേക്ക് കൊണ്ട് നയിച്ചതും അൽവാരസ് ആണെന്ന് പറയാം. കാരണം ആ ഒരു പെനാൾട്ടി കൺവേർട്ട് ചെയ്തിട്ട് പോലും ആ ഒരു ഡബിൾ ടച്ചിന്റെ പേരിൽ വാർ ഡിസോൾവ് ചെയ്തു. അവിടെ ആ ഒരു പ്ലേയേഴ്സിന്റെ കോൺഫിഡൻസ് ഒക്കെ അങ്ങനെ നമ്മൾ കണ്ടു. ആരാധകർ ഓൾറെഡി ക്രൈയിങ് നമ്മൾ കണ്ടു. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ മെട്രോപൊളിറ്റാനിൽ കണ്ടു. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ആ ഒരു കളിന്റെ തുടക്കത്തിൽ ആ ഒരു സ്റ്റേഡിയത്തിലുള്ള 90% ജനങ്ങൾ ആർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 10% ജനങ്ങൾ മാത്രമാണ് ആർത്തത്. അതായത് ആ ഒരു നോയ്സ് ആ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ് ഫാൻസിൽ നിലനിർത്താനിരുന്നു ഏകദേശം 120 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് റയലിന് അവിടെ കാര്യത്തിൽ ഒരു ത്രെഡ് ഉണ്ടാക്കാൻ കഴിയാത്തത്. ഒരു പക്ഷേ വിനീഷ്യസിന്റെ ആ ഒരു പെനാൾട്ടി മിസ്സിലേക്ക് പോലും ആ ഒരു നോയ്സ് നയിച്ചിട്ടുണ്ടാവും. ഞാൻ അതാണ് ആ ഒരു റിവ്യൂല് ഞാൻ അതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സ്റ്റേഡിയത്തിൽ പോയി കണ്ടൊരു കാര്യം കാണിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പകരമായിട്ടുള്ള കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. ആ ഒരു വിനീഷ്യസിന്റെ ആ ഒരു ഇൻസിഡന്റിൽ ഈ ഒരു മെട്രോപൊളിറ്റാനത്തെ അന്തരീക്ഷം ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇനി നമുക്ക് ആ ഒരു പെനാൾട്ടിനെ കുറിച്ചിട്ട് സംസാരിക്കാം. ആ ഒരു എക്സ്ട്രാ ടൈമിൽ 30 മിനിറ്റിൽ നല്ല രീതിയിലൊരു അറ്റാക്കിംഗ് ഒന്നും കണ്ടില്ല. പക്ഷെ ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിന് നല്ലൊരു ചാൻസ് കിട്ടിയതായി തോന്നുന്നു. അങ്ങനെ ഈ ഒരു മത്സരം പെനാൾട്ടിയിലേക്ക് പോവുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് അപ്പോഴും ഈ ഒരു പെനാൾട്ടിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ പെനാൾട്ടി എടുത്തിട്ടുള്ളത് റയലായിരുന്നു. ആദ്യ പെനാൾട്ടി എടുത്തത് എംബാപ്പയാണ്. എംബാപ്പ അത് നല്ല രീതിയിൽ തന്നെ നല്ലൊരു കോൺഫിഡൻസ് പെനാൾട്ടി ആയിരുന്നു. ആ ഒരു എംബാപ്പന്റെ ആ ഒരു നിക്കല് കണ്ടാൽ തന്നെ നമുക്ക് തോന്നും അത് മിസ്സാകൂല എന്നുള്ളത്. അങ്ങനത്തെ ഒരു കോൺഫിഡൻഷ്യൽ പെനാൾട്ടി ആയിരുന്നു ഈ എംബാപ്പ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ തന്നെ അത് കൺവേർട്ട് ചെയ്യണം നമ്മൾ കണ്ടു. അതിനുശേഷം സോർലത്ത് പറഞ്ഞാൽ നമ്മള് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സ്ട്രൈക്കറാണ്, ആ നമ്പർ 9. അതും മൂപ്പരും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ ആ ഒരു ബൂസ്റ്റ് ചെയ്ത് കണ്ട് നല്ല രീതിയിൽ ഒരു പെനാൾട്ടി മൂപ്പർക്ക് അടിക്കാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ ഒരു ബെല്ലിംഗാമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബെല്ലിംഗാം വരിക്കുന്ന ഭയങ്കര ഒരു കോൺഫിഡൻഷ്യൽ പെനാൾട്ടി നമ്മളവിടെ കണ്ടു. ഒരു പേടി ഇതൊന്നും ഇല്ലാതെ വേജാറൊന്നും ഇല്ലാതെ കാര്യങ്ങൾ സിമ്പിളായി കണ്ട് ആ ഒരു അത്രയും പ്രഷറിൽ നിൽക്കുമ്പോൾ അങ്ങനെ എടുക്കാൻ കഴിയുന്നൊരു ഇതാണ് നമുക്ക്. ഞാനൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇതെങ്ങാനും മിസ്സായാന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയാകും. പക്ഷെ ആ ഒരു ഇതൊന്നും ഇല്ലാതെ ആ ഒരു പ്ലേയേഴ്സിനെ അത് എടുക്കാൻ കഴിയുന്നുള്ളത് തന്നെയാണ്. അതിന് ശേഷമാണ് അൽവാരസ് വന്നിട്ടുണ്ടായിരുന്നത്. അൽവാരസ് വന്ന് പെനാൾട്ടി കൺവേർട്ട് ചെയ്തു. പക്ഷെ അവിടെ എംബാപ്പനെ ആദ്യം ഈ ഒരു ഇൻസിഡന്റ് റഫറിനായിട്ട് പറയുന്നത് ഡബിൾ ടച്ച് ആണ് എന്നുള്ളത്. പക്ഷെ അതിന് ശേഷം ഒരു വാറ് ചെക്ക് ചെയ്തെങ്ങാണ്ട് വാൽവർദ്ധ അടിക്കാൻ നോക്കുമ്പോൾ ആ ഒരു വാറ് ചെക്ക് ചെയ്തെങ്ങാണ്ട് ഇത് ഡിസല്ലവേയുടെ കാഴ്ചയാണ്. അതോടുകൂടി ഞാൻ പറയാലോ ഈ ഒരു മെട്രോപൊളിറ്റാനോ ആകെ തകർന്നു പോയി എന്നല്ലോ പറയാം. ഏകദേശം കരച്ചിലൊക്കെ അപ്പൊ തന്നെ തുടങ്ങി. ആകെ ഫാൻസ് ഒക്കെ കരയിൽ ആകെ അപ്പൊ തന്നെ ആ ഒരു അന്തരീക്ഷം മാറുന്നു തുടങ്ങി. അങ്ങനെ വാൽവർദ്ധയാണ് അടുത്ത പെനാൾട്ടി എടുക്കുന്നത്. വാൽവർദ്ധ അടിച്ച സൈഡിലേക്ക് തന്നെയാണ് ഈ ഒരു ഒബ്ലാക്ക് ചാടിയത്. പക്ഷെ ഒബ്ലാക്കിന് അത് സേവ് ചെയ്യാൻ കഴിയില്ല. കാരണം അജാതി ഫാസ്റ്റിലായിരുന്നു ആ ഒരു ബോൾ പോയിട്ടുണ്ടായിരുന്നത്. അടുത്ത അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പെനാൾട്ടി അടിച്ചിട്ടുണ്ടായിരുന്നത് കൊറേയാണ്. അപ്പോൾ കൊറേ ഇത് നല്ല രീതിയിൽ തന്നെ കൺവേർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ ഒരു കോട്ടോയ്സ് ആ ഒരു ബോൾ ഏകദേശമൊക്കെ സേവ് ചെയ്ത ബോളായിരുന്നു. പക്ഷെ കോട്ടോയ്സിന്റെ കൈ തട്ടിക്കാണ്ടാണ് ഉള്ളിൽ പോയത്. അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ആണ്. അതിനുശേഷമാണ് റയൽ മാഡ്രിഡിന്റെ ഈ കളിയത്തെ ആദ്യത്തെ മിസ് വരുന്നത്. വാസ്കസ് ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. വാസ്കസ് സാധാരണ ഈ ഒരു ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊന്നും പെനാൾട്ടി മിസ്സാക്കാത്ത ഒരാളാണ്. പക്ഷെ വാസ്കസിന്റെ പെനാൾട്ടി ഒബ്ലാക്ക് സേവ് ചെയ്യണ നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ലൊറന്റിന്റെ കിക്ക് വരുന്നത്. ലൊറന്റെ അടുത്ത പെനാൾട്ടി പാടെ ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ
ഇതാക്കുകയാണ്. അത് ഒരു ബാറിൽ ഇടിച്ചുകൊണ്ട് അത് പിന്നെ കോർട്ട് വൈസ് സേവ് ചെയ്ത് കണ്ട് അങ്ങനെയാണ് ആ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എന്നത്തെമാർക്ക് റൂഡിഗറാണ് റയലിന്റെ ലാസ്റ്റ് പെനാൾട്ടി കിട്ടുന്നുണ്ടായിരുന്നത്. അതായത് ആ ഒരു പെനാൾട്ടി സ്കോർ ചെയ്ത റൂഡിഗർ ആ ഒരു പെനാൾട്ടി സ്കോർ ചെയ്ത റയല് ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കും. അല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ സിറ്റിക്കെതിരെ ഈ ഒരു റൂഡിഗർ തന്നെയായിരുന്നു ലാസ്റ്റ് പെനാൾട്ടി എടുത്തിരുന്നത്. ആ ഒരു ഇൻസിഡന്റ് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു റൂഡിഗറിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസം തെറ്റിക്കാതെ തന്നെ റൂഡിഗർ ആ ഒരു പെനാൾട്ടി കൺവേർട്ട് ചെയ്തു. ആ ഒരു ഈ ഒരു കൊറിയന്റെ പെനാൾട്ടി പറഞ്ഞായിരിക്കും തന്നെയാണ്. ഈ ഒരു പെനാൾട്ടിയും ഏകദേശമൊക്കെ ഒബ്ലാക്ക് സേവ് ചെയ്ത പെനാൾട്ടിയാണ്. പക്ഷെ ആ ഒരു ഫോഴ്സോട് തന്നെ ആവുക, ആ ഒരു ഈ ഒരു സേവ് ചെയ്ത ബോൾ നേരെ ഉള്ളിലേക്കാണ് പോയത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം ഒരു ബോളിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട് ഒബ്ലാക്കിൻ്റെത്. അത് കണ്ടാൽ നമുക്കൊന്ന് നെഞ്ഞിടറും വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ആയിരുന്നു അത്. ലാസ്റ്റ് പെനാൾട്ടി എടുക്കുന്ന സമയത്ത് സെബയോസും അതുപോലെ തന്നെ എട്ടർ മിലിറ്റാവും അവിടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന കാഴ്ചയുണ്ട്. അതേമാതിരി തന്നെ പെനാൾട്ടി അടിച്ചതിന് ശേഷം റൂഡിഗറിന്റെ ഒരു റൺ ഉണ്ടല്ലോ, ആ ഒരു ഐക്കോണിക് റണ്ണ്, ആ ഒരു റണ്ണ് റയൽ മാഡ്രിഡ് സ്ക്വാഡ് മൊത്തം ആ ഒരു മൈതാനത്തിൽ കൂടെ ഇതാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു കളി കഴിയുമ്പോൾ ഏകദേശം ആ സ്റ്റേഡിയത്തിലുള്ള 100% അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകരിൽ ഏകദേശം ഒരു 90% ആൾക്കാരും ക്രൈയിങ് ആണ്, അല്ലെങ്കിൽ കരയാണ് ആ സ്റ്റേഡിയത്തിൽ നിന്നുകൊണ്ട്. ഇതിപ്പോൾ എത്രാമത്തെ കരച്ചിലാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പല തവണയാണ്, പല കാലഘട്ടത്തിലാണ്. എനിക്ക് തോന്നുന്നു ഈ ഡെക്കേഡിൽ ആദ്യത്തെ ടൈമിലാണ് UCL തോറ്റേന്, റയലിനോട് തോറ്റേന് ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ് കരയുന്നത്, അത്ലറ്റിക്കോ മാഡ്രിഡ് ഫാൻസ് കരയുന്നത്. പക്ഷെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ കർത്തവ്യം തികച്ചും നല്ല രീതിയിൽ തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ അവർക്ക് ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഒരു കംബാക്ക് എടുപ്പിക്കാനും അതുപോലെ തന്നെ ഈ ഒരു ടീം ഒന്നും കൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പല ടൈമിലും അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ബാക്ക് എന്ന് പറയുന്നത് 5 at the back ആണ്. അവിടെ ഒരു 4 at the back വെച്ചുകൊണ്ട് ഒരാളെ മുന്നിലിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും റയലിന്റെ ആ ലെഫ്റ്റ് ബാക്ക് കൂടെ മെൻഡിന്റെ ഭാഗത്തു കൂടെ ഒക്കെ പോയാൽ എന്തായാലും പൊട്ടുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അതിനൊന്നും സിമിയോണി തയ്യാറായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇനിയിപ്പോൾ ആഴ്സണലിനോടാണ് റയൽ മാഡ്രിഡിന് കളിക്കാനുള്ളത്. ആഴ്സണൽ പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ടീമുള്ളതും അതുപോലെ തന്നെ നല്ലൊരു പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആഴ്സണലിനോടുള്ള കളിയുടെ ഒരു ഡീപ്പ് പ്രിവ്യൂ നമ്മൾ എന്തായാലും ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.